അങ്ങനെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിന് അവസാനം ഇന്ന് ജൂൺ 8-ാം തീയതിയാണ് ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ഇന്നാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു WWDC ഇവൻറ്റിൽ വെച്ച് ആപ്പിളിൻ്റെ പുതിയ OSകളായിട്ടുള്ള പ്രത്യേകിച്ച് ഐഫോണിലേക്ക് വരുമ്പം iOS 27, macOS 27, watchOS 27, tvOS 27, iPadOS 27 ഇതുപോലുള്ള എല്ലാ OS റിലീസുകളും അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റും ഇന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഏത് ആപ്പിൾ ഡിവൈസിലും, ഐഫോണിൽ മാത്രമല്ല മാക്കിലായിക്കോട്ടെ ഐപാഡിലായിക്കോട്ടെ ഏത് ആപ്പിൾ ഡിവൈസിലും ഇന്ന് അനൗൺസ് ചെയ്യുന്ന OSകൾ, പുതിയ OSകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ, ഇന്ന് അനൗൺസ് ചെയ്യുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബഗ്ഗുകൾ, പ്രത്യേകിച്ചും ക്യാമറ, ബാറ്ററി, ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ള ബാറ്ററി ഡൗൺ ആവുമോ അല്ലെങ്കിൽ ഹെൽത്ത് കുറയുമോ അല്ലെങ്കിൽ ബഗ്ഗുകൾ, പ്രോബ്ലംസ്, ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ WWDC ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സമയം രാത്രി 10:30-ക്കാണ്. 10:30. പക്ഷേ നമ്മൾ എല്ലാ വർഷത്തെ പോലെ തന്നെ ഒരു ലൈവ് ഇവൻറ്റ് റിയാക്ഷൻ വീഡിയോസ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലൈവ് സ്ട്രീം ലിങ്ക്സ് എല്ലാം ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ ലൈവ് സ്ട്രീമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഇവൻറ്റ് കാണാം. അതോടൊപ്പം ഇവൻറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള എൻ്റെ ലൈവ് റിയാക്ഷനും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആസ് എ ട്രൂ ആപ്പിൾ ഫാൻ ഐ എം റിയലി എക്സൈറ്റഡ്. ഇനി സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ iOS 27 സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലീക്സിലും റൂമേഴ്സിലും 27 സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കറൻ്റ്ലി നമുക്കറിയാം iPhone 11 സീരീസ് മുതലുള്ള ഡിവൈസുകൾ iOS 26 സപ്പോർട്ടഡ് ആണ്. കഴിഞ്ഞ വർഷം iPhone XS, XS Max ഈ സീരീസുകൾക്കെല്ലാം 10R ഈ 3 ഫോണുകൾക്കും iOS 26 സപ്പോർട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ലീക്സും റൂമേഴ്സും സ്റ്റേറ്റ് ചെയ്യുന്നത് iPhone 11 സീരീസുകൾ ഡ്രോപ്പ് ചെയ്ത് iPhone 12 മുതലുള്ള, ഇപ്പോൾ ഇവിടെ ഉള്ളത് iPhone 12 മിനിയാണ്. സോ iPhone 12 മുതലുള്ള എല്ലാ സീരീസിനും iOS 27 സപ്പോർട്ട് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ സാധിക്കും. 2, ഇന്ന് അനൗൺസ് ചെയ്യുന്ന iOS 27 പോലുള്ള OSകൾ, അപ്ഡേറ്റുകൾ നമ്മളെ ഡിവൈസുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒറ്റ ഉത്തരം. ഇനി ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഇന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് ബീറ്റ അപ്ഡേറ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ കാണുന്ന പോലത്തെ നോർമൽ OS അപ്ഡേറ്റ് അല്ല, ഇത് ബീറ്റ അപ്ഡേറ്റ് ആണ്. ഇനി കുറച്ച് ടെക്നിക്കലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ബീറ്റ എന്ന് പറയുന്ന ഈ വാക്ക് പൊതുവേ ഒരു OSന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന് കൊടുക്കുന്നത് അത് കറൻ്റ് ടെസ്റ്റിംഗ് മോഡിലാണ് എന്നുണ്ടെങ്കിലാണ്. അതായത് ഈ ഒരു OS അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പൂർണ്ണമായിട്ടും കംപ്ലീറ്റഡ് ആയിട്ടില്ല, അത് കറൻ്റ് ടെസ്റ്റ് ചെയ്യുവാണ് എന്നുള്ളത് അർത്ഥമാക്കുന്നതാണ് ആ ഒരു പേര് നമ്മൾ മുന്നിൽ കൊടുക്കുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് റിലീസ് ചെയ്യുന്ന OS ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനി എന്നാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്ന OS നമുക്ക് ഒഫീഷ്യലി ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറ്റൊരു ഉത്തരം അത് സെപ്റ്റംബറിലാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. കാരണം സെപ്റ്റംബറിലാണ് ആപ്പിളിൻ്റെ പുതിയ ഐഫോണുകൾ, iPhone Fold, iPhone 18 സീരീസ് ഇതെല്ലാം ലോഞ്ച് ചെയ്യുന്നത്. സെപ്റ്റംബറിലെ ആ ടൈമിലായിരിക്കും നമുക്ക് ഒഫീഷ്യലി ഈ ഒരു ഇതിൻ്റെ iOS 27 ഒഫീഷ്യൽ വേർഷൻ ലഭിക്കുന്നത്. സോ ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് OS ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു നോർമൽ യൂസറിന് റിലയബിൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലായിരിക്കും ബീറ്റ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള OSകൾ നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞാൻ പറയാം. പ്രധാനമായിട്ടും ഡിവൈസിൻ്റെ ചാർജ് പെട്ടെന്നായിരിക്കും, നിൽക്കുന്ന നിൽപ്പായിരിക്കും നമ്മളുടെ ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആവും. അതോടൊപ്പം പെർഫോമൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബഗ്ഗുകൾ കാണും, ഗ്ലിച്ചുകൾ കാണും. പെർഫോമൻസിന് മൊത്തത്തിൽ ഡിവൈസ് ചിലപ്പോൾ അൺഈവനായിട്ട് ചൂടാകും. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പം ഡിവൈസ് ചൂടായേക്കാം. അതുപോലെ ക്യാമറ, നമ്മൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഇപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ iOS 27 കോമ്പാക്റ്റബിൾ അല്ല. കറൻ്റ് iOS 26 ആണ് ഈ ഡിവൈസുകളെല്ലാം റൺ ചെയ്യുന്നത്. iOS 27ലേക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിൻ്റെ ഡെവലപ്പേഴ്സ് അത് അപ്ഡേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടും നമ്മൾ ഡിവൈസുമായിട്ട് സിങ്ക് ചെയ്ത് വർക്കാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെല്ലാം തന്നെ ഓവറായിട്ട് ഇഷ്യൂസ് ഉണ്ടാകാനും പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ടാകാനും ബഗ്ഗുകൾ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട്. 2, നിങ്ങൾക്കൊരു ആപ്പിൾ വാച്ചും ഉണ്ട്, ഐഫോണും ഉണ്ട്. നിങ്ങൾ ഐഫോണിൽ ഈ പറഞ്ഞ പുതിയ ബീറ്റ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തു, iOS 27 ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ നിങ്ങളുടെ ആപ്പിൾ വാച്ചിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. അങ്ങനെയും പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഉള്ള കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് വരാൻ പോകുന്ന മാക്കിലാണ്. ഇനിയിപ്പോൾ മാക്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പുതിയ OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ FCP അല്ലെങ്കിൽ അതുപോലുള്ള മെയിൻ സ്ട്രീം ആപ്ലിക്കേഷൻസ് ഒക്കെ, സോഫ്റ്റ്വെയർസ് ഒക്കെ നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ
അതിനും ഈ പറഞ്ഞ കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഐപാഡ് ആണെങ്കിലും അവിടെയും ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ പ്രൈമറി ഡിവൈസ് ഒഴിച്ച് നിർത്തി നിങ്ങൾക്ക് സെക്കൻഡറി ഈ പറഞ്ഞ പോലെ 1, 2, 3 ഐഫോണോ അല്ലെങ്കിൽ ആപ്പിൾ വാച്ചോ മാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ OSകളൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ബെയ്റ്റ അപ്ഡേറ്റ് എന്താണെന്നും അതിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഇനിയും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം. ഐഫോണിലാണ് എന്നുണ്ടെങ്കിൽ ഐഫോണിൽ മാത്രമല്ല ഏത് ഡിവൈസിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും നിങ്ങൾ ഡെവലപ്പർ അക്കൗണ്ട് developer.apple.com എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് സൈൻ ഇൻ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് നിങ്ങളുടെ ആപ്പിൾ ID നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പിൾ ID വെച്ച് നിങ്ങളുടെ ഡെവലപ്പർ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ആപ്പിൾ ഡെവലപ്പർ ആണ് എന്നുണ്ടെങ്കിൽ വീണ്ടും സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ഞാൻ പറയുന്ന സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. പക്ഷേ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെവലപ്പർ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സിൽ കയറുക. ഐഫോണിലാണ് സെറ്റിങ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ കയറി കഴിയുമ്പം നമുക്കിവിടെ ബെയ്റ്റ അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷൻ വരും. അതിൽ ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഡെവലപ്പർ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ ഉള്ളത് iOS 26 ആണ്. ഇന്നത്തെ ഈ ദിവസം കഴിയുമ്പം iOS 27 ഡെവലപ്പർ ബെയ്റ്റ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതോടൊപ്പം iOS 26 പബ്ലിക് ബെയ്റ്റയും കാണും, അതിൻ്റെ ഡെവലപ്പർ ബെയ്റ്റയും കാണും. അങ്ങനെ 4 ഓപ്ഷൻസ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൽ നിന്ന് iOS 27 ഡെവലപ്പർ ബെയ്റ്റയുടെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയ OSൻ്റെ അപ്ഡേറ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഐഫോണിൽ നിന്ന് തന്നെ ഈ പുതിയ iOS 27 അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഐഫോൺ ത്രൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു OTA ഓർ ദെയർ അപ്ഡേറ്റ് ആണ്. സോ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഏത് ഡിവൈസിലും ആപ്പിൾ ഡിവൈസിലും ഐപാഡിലായിക്കോട്ടെ, മാക്കിലായിക്കോട്ടെ, ഐഫോണിലായിക്കോട്ടെ, ആപ്പിൾ വാച്ചിലായിക്കോട്ടെ ഈ പറഞ്ഞ ബെയ്റ്റ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഡെവലപ്പർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം മാക്കിലായാലും ഐപാഡിലാണെങ്കിലും ഈ പരിപാടി എല്ലാം ചെയ്യാൻ. സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെയും ഡെവലപ്പർ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ, ബെയ്റ്റ അപ്ഡേറ്റ്സ് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഈ ഒരു ബെയ്റ്റ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഐഫോൺ സ്റ്റോറേജ് ഓപ്ഷനിൽ പോയിട്ട് എൻ്റെ സ്റ്റോറേജ് പോലെ ആകരുത്, നിങ്ങൾക്കൊരു മിനിമം 30 to 50 GB എങ്കിലും ഫ്രീ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമുക്കറിയാം ഏറ്റവും താഴെ പോയാൽ ഇപ്പം iOSൻ്റെ ഓപ്ഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ ഇൻ്റലിജൻസിന് ഏകദേശം 8 GB ആണ് കാണിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു iOS 27 വരുമ്പോൾ മേ ബി ആ ഒരു 8 എന്നുള്ളത് ചിലപ്പോൾ 10 or 15 ഒക്കെ ആയേക്കാം. കാരണം പുതിയ ആപ്പിൾ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മിക്കവാറും പുതിയ കുറച്ച് AI ഫീച്ചേഴ്സ് എല്ലാം ഓൺ ഡിവൈസ് ആയിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് വേണം. സോ മിനിമം ഒരു 30 to 50 GB എങ്കിലും നിങ്ങൾ മിനിമം കീപ്പ് ചെയ്യുക. എന്നിട്ട് മാത്രമേ ഉള്ളൂ പുതിയ OS നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. 2, ഡേറ്റ. നമ്മൾ ഏത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേയും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേയും നിങ്ങളുടെ യൂസർ ഡേറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഐക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യാം. അതിനെ നിങ്ങൾക്ക് ഐക്ലൗഡിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐക്ലൗഡ് പർച്ചേസ് ചെയ്യാം, സ്റ്റോറേജ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡിഫറെൻറ്റ് ഐക്ലൗഡ് പർച്ചേസിങ് പ്ലാനുകളുണ്ട്. 2 TB ഉണ്ട്, 200 GB ഉണ്ട്. അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐക്ലൗഡ് പർച്ചേസ് ചെയ്ത് അതിലേക്ക് യൂസർ ഡേറ്റ എല്ലാം ബാക്കപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iTunes ഉപയോഗിച്ചോ അല്ലെങ്കിൽ 3U ടൂൾസ് ഉപയോഗിച്ചിട്ട് മാക്കിലോ വിൻഡോസ് ലാപ്ടോപ്പിലോ ഡിവൈസ് കണക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള യൂസർ ഡേറ്റ എല്ലാം ബാക്കപ്പ് ചെയ്ത് വെക്കുക. 3, ബാറ്ററി. അപ്ഡേറ്റ് ചെയ്യുന്നത് OTA വഴിയാണ് എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50 GB മുകളിലെങ്കിലും ബാറ്ററി കീപ്പ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുള്ളൂ. വൈഫൈ ഉപയോഗിച്ചോ മൊബൈൽ ഡേറ്റ ഉപയോഗിച്ചോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബെയ്റ്റ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു 12 GB മുകളിലൊക്കെ പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈഫൈ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൈഫൈ ഉപയോഗിച്ചോ മൊബൈൽ ഡേറ്റ ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ അപ്ഡേറ്റ് ചെയ്യുമ്പം ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ക്ലീൻ ഇൻസ്റ്റലേഷനാണ്. അതിന് ഏറ്റവും നല്ലത് മാക്കോ വിൻഡോസ് ലാപ്ടോപ്പോ ആണ്. അതിൽ iTunes 3 ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഡിവൈസിൽ iOS 27 സപ്പോർട്ട് ചെയ്യും, എന്താണ് ഈ ബെയ്റ്റ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ്, എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, ഈ 4 കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.